എൻ്റെ പേര് മെബിൻ മാത്യു. ഞാൻ വയനാട് നിന്നാണ് വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ 2 മാസം മുന്നേ മാർച്ച് 19-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ വരുന്നതിനും വലിയൊരു കാരണമുണ്ട്. അതായത് എൻ്റെ അമ്മയായിട്ടൊരു 2-3 മാസമായിട്ട് ഞങ്ങൾ മിണ്ടില്ല. അതായത് നേർക്ക് നടന്നു വന്നാൽ പോലും അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ പോലും ഞാൻ അമ്മേനോടൊന്നും പറയില്ലായിരുന്നു. വീട്ടിലെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പറഞ്ഞ് തുടങ്ങി. അത് അമ്മയ്ക്ക് എന്നെയും ഞാൻ അമ്മേനെയും വളരെയധികം വേദനിപ്പിച്ചു. ഇങ്ങനെ അമ്മ വന്ന് എന്നോടൊരു കാര്യം ചോദിച്ചാൽ പോലും ഞാൻ അമ്മയോട് മറുപടി പറയില്ല. എനിക്ക് മിണ്ടാൻ തോന്നൂലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ ഇറങ്ങി കോഴിക്കോടിന് ഹോസ്റ്റലിലേക്ക് പോയി. വീട്ടിൽ നിൽക്കാൻ മനസ്സനുവദിക്കാണ്ട് കോഴിക്കോട് എൻ്റെ ഹോസ്റ്റലിൽ പോയി നിന്നു. അങ്ങനെ ഹോസ്റ്റലിൽ പോയി നിന്ന് കഴിഞ്ഞ് ഒരു ദിവസം അപ്പൻ എന്നെ വിളിക്കുകയാണ്. അപ്പം വിളിക്കും, ചെറിയ പെങ്ങളും വിളിക്കും. അമ്മ എന്നെ വിളിക്കാറില്ല. അമ്മ വിളിച്ചാലും ഞാൻ എടുക്കാറില്ല. അതായിരുന്നു സത്യം. അങ്ങനെ അപ്പം വിളിച്ചിട്ട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് ആദ്യം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അമ്മേനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അമ്മ എനിക്ക് കൃപാസനത്തിൽ പോകണം, ബുക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ബുക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അമ്മ എനിക്ക് ബുക്ക് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു, തിരിച്ച് വീട്ടിലേക്ക് പോയി. അതായത് മാർച്ച് 19-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. 20-ാം തീയതി ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ 2 വർഷമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കോഴിക്കോട് ബ്രൈറ്റ് വേ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിച്ചു, 2 വട്ടം പരീക്ഷ എഴുതി, B2 2 മൊഡ്യൂൾ കിട്ടി. ബാക്കിയൊക്കെ അങ്ങനെ നിൽക്കുന്നു, ഡേറ്റ് കിട്ടുന്നില്ല, അങ്ങനെ എല്ലാം വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ എനിക്കൊരു ജർമ്മൻ ഫാമിലീൻ്റെ ഇൻ്റർവ്യൂ വന്നു. അതായത് ഞാനൊരു അവിടെ പോയിട്ട് ഔപ്പയറായിട്ട് പണിയെടുക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു 2 കുട്ടികളാണുള്ളത്, നീയും വേറൊരാളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നിയത് അവനാണ്, അതുകൊണ്ട് നിന്നെ റിജക്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ വിധി ഭാഗ്യം എന്ന് വെച്ചാൽ അവർ റിജക്റ്റ് ചെയ്തു. സന്തോഷം. നമ്മൾ കരഞ്ഞുകൊണ്ട് പിന്നെ ഇരുന്നു. അങ്ങനെ തിരിച്ച് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് 3-ാമത്തെ ദിവസം 4 മാസം മുന്നേ എന്നെ റിജക്റ്റ് ചെയ്ത ഫാമിലി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. നിന്നെ ഞങ്ങൾക്ക് വേണം, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ശരിക്കും സന്തോഷിച്ചു. വന്നതിൻ്റെ 3-ാം ദിവസം എന്നെ അവർ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. എന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയവർ അമ്മയുടെ മാത്രം ശക്തിയാൽ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, നിന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയിൽ ഞാൻ വിശ്വസിച്ചു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം, എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് കാണിച്ചു തരണം, നമ്മുടെ ശക്തി എനിക്കൊന്ന് കാണിച്ചു തരണം മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൊണ്ടായിരുന്നുള്ളൂ. ഉടമ്പടി എടുത്തിട്ട് പോലും എനിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഇത് വൃത്തിക്ക് കൊണ്ടുനടക്കാൻ പറ്റുമോ, ഞാനിത് വൃത്തിക്കാണോ ചെയ്യുന്നതെന്ന് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരണം, എന്തെങ്കിലും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരണം. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട് എനിക്ക് തന്നെ എന്നോട് തോന്നിയിട്ടുണ്ട്. പലതവണ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചു. നാട്ടിലും നല്ല കച്ചറയായിരുന്നു. കച്ചറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അടിക്കേസാണേലും, ഇനിയിപ്പോൾ അത്യാവശ്യം ലഹരിയുടെ പരിപാടിയാണ്, അങ്ങനെ എല്ലാ പരിപാടിക്കും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മെബിനുണ്ടോ ഉണ്ടെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ ഫാമിലി സെറ്റായി, അവരുമായിട്ട് ഇൻ്റർവ്യൂ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് വിസയാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നടന്നവർക്കൊക്കെ 6 മാസത്തെ ഇയർ ഗ്യാപ്പേ ഉള്ളൂ. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇന്ന് ഒരു 5.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. +2 കഴിഞ്ഞിട്ട് ഒരു 5.5 വർഷം കഴിഞ്ഞു. +2 കഴിഞ്ഞ് 6 മാസം ഗ്യാപ്പുള്ളവർക്ക് വിസയ്ക്ക് കൊടുത്തിട്ട് വിസ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെയും പേടിയായി. 5.5 വർഷത്തെ ഇയർ ഗ്യാപ്പും വെച്ച് ഞാൻ വിസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വിസ കിട്ടുമോ എന്നുള്ളൊരു പേടിയായി. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ വിസ അപ്പോയിൻമെൻ്റ് എടുത്തു, വിസയ്ക്ക് കൊണ്ടുപോയി. വിസ ഓഫീസിൽ കയറുന്നതിന് മുന്നേ എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ആ ഉപ്പ് നിൻ്റെ 2 ഡോക്യുമെൻ്റായിട്ട് 2 ഫയലായിട്ട് വേണം നമ്മൾ വിസ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ എൻ്റെ ഉപ്പെടുത്ത് 2 ഫയലിലും കുറച്ച് ഉപ്പ് ആരും കാണാണ്ട് ഞാൻ ആ ഉപ്പിട്ടു, വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ മാനന്തവാടിക്കാരി ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു, ആളും സബ്മിറ്റ് ചെയ്തിരുന്നു. ആൾ 2ാമത്തെ വട്ടം 6 മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് റിജക്ഷൻ കിട്ടിയിട്ട് 2ാമത്തെ വട്ടം കൊടുക്കുകയാണ്. ഞാൻ 5.5 വർഷത്തെ ഇയർ ഗ്യാപ്പും വെച്ച് ഫസ്റ്റ് ടൈം കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കാര്യത്തിൽ തീരുമാനമായി, ഉറപ്പായി, ഇത് കഴിഞ്ഞു, വെടിക്കെട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ 14 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് വിസ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് വിസ കിട്ടിയിടാന്ന് പറഞ്ഞു. എനിക്ക് 15 ദിവസം കഴിഞ്ഞു, 16 ദിവസം കഴിഞ്ഞു, 17 ദിവസം കഴിഞ്ഞു. 19-ാമത്തെ ദിവസം എന്നെ വിളിക്കുന്നു, വിസ വന്നിട്ടുണ്ട് കേട്ടോ, കോഴിക്കോട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 19-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു, ഒരു 3-4 ദിവസം മുന്നേ. അങ്ങനെ എനിക്ക് ഇന്ന് 7-ാം തീയതി ചെന്നൈയിൽ B2ൻ്റെ അടുത്ത എക്സാം ആയിരുന്നു. കാരണം ആ വിസ കിട്ടിയില്ലെങ്കിൽ ഇനി ഇത് പോയി എഴുതി കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും നടക്കുള്ളൂ എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ബുക്ക് ചെയ്ത് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ കോഴിക്കോട് ചെന്നു, എൻ്റെ ഫോം തുറന്നു നോക്കി, എനിക്ക് വിസ കിട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ല എന്നതാ പറയേണ്ടതെന്നൊന്നും. അമ്മ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് തന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഈ വിസ. ഈ 15-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. എൻ്റെ ഈ ടിക്കറ്റ് ഈ 15-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. അതായത് എനിക്കറിയില്ല, എത്ര സ്തുതിച്ചാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു 15 മിനിറ്റ് നടക്കാനില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് നടന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലെത്തി.
അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ കിടന്നങ്ങ് ഉറങ്ങും. ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പോർട്ടിക്കോടെ പുറത്ത് നിൽക്കും. അത് കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞാൽ എങ്ങനെയും വീട്ടിലൊന്ന് എത്തിയാൽ മതി, അതാണ് പരിപാടി. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആകെ ചെയ്തിരിക്കുന്ന കാര്യം, ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ കുമ്പസാരിക്കാൻ നോക്കും. എല്ലാ ദിവസവും വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പള്ളിയിൽ പോകാൻ നോക്കും. സത്യം പറയുകയാണെങ്കിൽ വിശ്വസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കണ അമ്മ നമുക്ക് തന്നിരിക്കും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം. എനിക്ക് പറയാനുള്ള എൻ്റെ പ്രായത്തിലുള്ളവരോടാണ്, ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് വഴിവഴിച്ച് പോകാൻ. അങ്ങനെ കുറേ അവസരങ്ങളിൽ പെട്ട് പോയിട്ടുമുണ്ട് ഞാൻ. അവസാനം എൻ്റെ അമ്മ വഴി തന്നെ, എൻ്റെ പെറ്റമ്മ വഴി തന്നെ എനിക്ക് ഈ അമ്മയെ കൊണ്ട് തന്നു. ഈ അമ്മ വഴി എനിക്കൊരു ജീവിതം കിട്ടി. അതുപോലെ വളർന്നു വരുന്നതോടെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അമ്മയെ മുറുക്കെ പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും തന്നിരിക്കും. ഉറപ്പായിട്ടും തന്നിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും. പരിശുദ്ധ അമ്മയുടെ വലിയൊരു മധ്യസ്ഥ സഹായത്തിൻ്റെ ശക്തിയാൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു അനുഭവമാണ് പറഞ്ഞത്. പക്ഷേ തുടക്കത്തിൽ സാക്ഷ്യം പറയുന്ന പോലെ എനിക്കൊരു അത്ഭുതം കാണിച്ചതാന്ന് പറഞ്ഞ് മാതാവിൻ്റെയൊക്കെ വാശി പിടിച്ച് ജീവിതത്തിൽ നേടിയ വലിയൊരു അനുഭവമാണ്. അതിനാദ്യം ചെയ്തത് ഈ ഒരു വിസ ലഭിക്കുവാനായിട്ടുള്ള ഫസ്റ്റ് പ്രോസസ്സിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഉടമ്പടിയോടുന്നത് പോലെ എടുത്തൊരു വലിയൊരു തീരുമാനം. അത് ചിലപ്പോൾ ഒരു കുടുംബത്തിലാകുമ്പം കലഹങ്ങളുണ്ടാവും, പക്ഷേ അനുരഞ്ജനത്തിൻ്റെ ഭാഗമാകാനായിട്ട് ഉടമ്പടി ഒരു കാരണമായെന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയൊഴുകുവാൻ എപ്പോഴും അനുരഞ്ജനം ആവശ്യമാണ്. അതായത് പരസ്പരം ഒരു പക്ഷേ അത് പൂർണ്ണമായിട്ടും അവരുടേതായിട്ടുള്ള കാരണങ്ങൾ വെറുക്കുവാനുണ്ടെങ്കിൽ പോലും ഒരു വിദ്വേഷമോ കലഹത്തിലോ നിൽക്കുന്നൊരു മനസ്സിലും ഉടമ്പടി ഒരിക്കലും വർക്കൗട്ട് ആകത്തില്ലെന്ന് അച്ഛൻ എപ്പോഴും ആരാധനയിൽ പറയാറുണ്ട്. അപ്പം അമ്മയുമായിട്ട് പരിശുദ്ധ അമ്മയുടെ കാര്യം തന്നെ കുറേ നാളുകൾക്ക് സംസാരിച്ച് തുടങ്ങുന്നു. അപ്പം അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതാണ്, അതായത് 5.5 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ഭാഷയിൽ അതിന് മെറിറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യം എന്നുള്ളതാണ്. അത് നമ്മുടെ മെറിറ്റ് ഇല്ല എന്നുള്ളൊരു ബോധ്യമുണ്ട്, എന്നെക്കാളും മെറിറ്റുള്ളവർ മുമ്പിലുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ദൈവം എനിക്ക് നൽകിയപ്പം ഇത് ദൈവം നൽകിയതാണെന്ന് വിശ്വസിക്കാനായിട്ടുള്ള ശക്തമായിട്ടുള്ള യുക്തി അതിനകത്തുണ്ട്. രണ്ടാമത്തത് ഉടമ്പടി പ്രാർത്ഥന വേഗതയുടെ പ്രാർത്ഥനയാണെന്നുള്ളതാണ്. അതും ആ മകൻ പറഞ്ഞു, ഇവിടെ ഉടമ്പടി എടുത്തിട്ട് 3-ാമത്തെ ദിവസം തൊട്ട് തന്നെ തൻ്റെ ഈ ഒരു കാര്യത്തിൽ ദൈവം ശക്തമായിട്ട് ഇടപെടൽ നടത്തി തുടങ്ങി എന്നുള്ളതാണ്. 3-ാമത്തത് വ്യക്തിപരമായിട്ട് അനുരഞ്ജനം മാത്രമല്ല, വ്യക്തിപരമായിട്ട് തൻ്റെ ജീവിതത്തെ ഉൾപ്പെടെ അത് ദേവാലയമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ക്രമീകരിക്കുവാനായിട്ട് ഈ മകൻ ശ്രമിച്ചു. അപ്പം ഇതാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. നമ്മുടെ ക്രിസ്തുവിനെ പ്രതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന നന്മയുള്ള മാറ്റങ്ങൾ വിശ്വാസത്തിൽ നടത്തുമ്പം പരിശുദ്ധ അമ്മ വലിയ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ വലിയ സമീപം. ഇവ സാക്ഷ്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ പരിശോധിക്കുമ്പോൾ ആവർത്തിക്കപ്പെടുന്നൊരു വാക്കിതാണ്, എന്നെ റിജക്റ്റ് ചെയ്ത്. ഇപ്പം നിങ്ങൾ സാക്ഷ്യം സ്ഥിരം കേൾക്കുന്നവർക്കാണ് ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആവണത്. ഈ കഴിഞ്ഞ ആഴ്ചയും നമ്മളിവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള സാക്ഷ്യത്തിൽ ഇത് തന്നെയാണ് കണ്ടൻറ്റ് വരുന്നത്. അതായത് റിജക്റ്റ് ആരാണോ വേണ്ടെന്ന് പറഞ്ഞത് ആ വ്യക്തി തന്നെയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവരെ വിളിക്കണത്. സ്ഥിരം ആവർത്തിക്കുന്ന ഒരു പക്ഷേ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിൻ്റെ ഒരു പാറ്റേൺ എപ്പോഴും ആരെയാണോ, ഇപ്പം നമ്മൾ പറയുമല്ലോ, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി ഭവിച്ചു എന്ന് പറയുന്നത് പോലെ, അത് എന്നിട്ട് ആ വചനം ഇങ്ങനെയാണ് തീർക്കുന്നത്, കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്നുള്ളത്. അപ്പോൾ ഈ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ ഉടമ്പടിയിലൂടെ ഇങ്ങനെ ജനസമൂഹ മധ്യത്തിൽ നിന്ന് വിളിച്ചു പറയുവാനായിട്ട് ഒരു യുവാവിനെ അനുഭവം വെച്ച്, അവൻ ബുക്ക് വായിച്ചോ പള്ളിപ്രസംഗം കേട്ടോട് പറയണമല്ലോ, വ്യക്തമായ അനുഭവം വെച്ച് അത് പറയാനായിട്ട് പൂർണ്ണമായിട്ട് പറ്റാത്തതുകൊണ്ട് വളരെ ചുരുക്കം വാക്കുകളിൽ അതിപ്പോൾ പറഞ്ഞു, അവൻ തന്നെ പറയുന്നുണ്ട്, ഞാനിവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതിലും വലിയ എനിക്കിത്ര ഇതല്ല ഇതിൽ. അപ്പം ഇത്രയും ബോധ്യത്തോടെ ഒരു വ്യക്തിയെ സമയ ചുരുക്കത്തിൽ ഈ ആൾത്താരിൽ എത്തിക്കുവാനായിട്ട് ഉടമ്പടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം മാതാവ് ശക്തമായിട്ട് കൂടെ നിൽക്കുന്നുള്ളതാണ്. അപ്പം അത്രയും ഒരു ബോധ്യത്തിൽ ഈ മകൻ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ വലിയ ഇടപെടൽ ഇവനിലൂടെ ഒരുപാട് പേർ അറിയുവാനും ചെല്ലുന്നിടങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ആശീർവദിക്കപ്പെടുവാനും ഒക്കെ ദൈവം ഇടവരുത്തരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മകൻ്റെ സാക്ഷ്യത്തെ പ്രതി, ഇവന് ലഭിച്ച ആ ദൈവാനുഭവത്തെ പ്രതിയും വിശ്വാസത്തെ ലഭിച്ച ബോധ്യത്തെ പ്രതിയുമെല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. ആദ്യമായി ഈ കൃപാസന അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് അനുഗ്രഹം നൽകിയത് ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഫെൻസി, ഞാൻ തെക്കൻ താണിശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരാനുള്ള കാരണം വന്നത്, ഞാൻ 2023 ഫെബ്രുവരി 17 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ വന്നതല്ല. ഇവിടെ വരുമ്പോൾ എനിക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ച് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വന്നു കഴിഞ്ഞ് സാധിക്കുമെങ്കിൽ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞു. ആദ്യമായി ഞാൻ വെച്ച നിയോഗം എന്ന് പറയുന്നത്, എനിക്ക് ഒരു ജോലി, ഞാൻ 2009 എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം PGക്ക് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് PSC കോച്ചിങ്, അങ്ങനെ ഒരുപാട് ജോലിക്ക് വേണ്ടി പല കാര്യങ്ങളും പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എങ്കിലും എനിക്കൊരു ജോലി ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതനുസരിച്ച് ഞാൻ IELTS കോച്ചിങ്ങിന് ചേർന്നു. വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്ക് IELTS ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് കാരണം ഞാനൊരു മലയാളം മീഡിയം പഠിച്ചൊരു വന്നൊരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുള്ളത്. ഇത്രയും വലിയ എക്സാമൊക്കെ എഴുതിയെടുക്കാൻ പറ്റുന്ന എനിക്ക് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഹസ്ബൻഡ് ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലി ലൈഫ്, ഞങ്ങളുടെ ഹസ്ബൻഡിനാണെങ്കിലും കുട്ടികളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലിയായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി മാത്രമാണ് ഞാനിങ്ങനെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ സെറ്റിൽ ആവണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ IELTSന് ജോയിൻ ചെയ്തു. എക്സാം എഴുതി. ഫസ്റ്റ് എക്സാമിൽ എനിക്ക് ആവശ്യം സ്കോർ എല്ലാ മൊഡ്യൂൾസിലും കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കോർ വന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞതനുസരിച്ച് ഞാൻ വീണ്ടും ഒരു തവണയും കൂടി IELTS എക്സാം എഴുതി. അപ്പോൾ ആ ഇടയായപ്പോഴേക്കും കൊറോണ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഇങ്ങനെ ലാഗായി പോയി. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ മനസ്സിൽ നിന്ന് ആ ചിന്തകളൊക്കെ പോയി. പിന്നെ വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞൊക്കെയായിരുന്നു. അങ്ങനെ ഇരിക്കലാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ UK സീനിയർ കെയർ അസിസ്റ്റൻ്റ് വിസയ്ക്ക് ആളുകളെ എടുക്കുന്നുണ്ട്, അപ്പോൾ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അപ്പോൾ അതിന് UKVA IELTS എന്നുള്ള ഒരു UK പോകാൻ അങ്ങനെ ഒരു IELTS പ്രത്യേക എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിക്ക് മുന്നേ ഞാനൊരു എറണാകുളത്ത് ചെന്നൊരു കോച്ചിങ് ട്രെയിനിങ് എടുത്തു. ഇതിനു വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ ട്രെയിനിങ്, കാരണം ഞാൻ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടൊന്നും ആയിരുന്നില്ല പഠിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയൊരു സ്പെഷ്യൽ കോച്ചിങ് ചെയ്തു. അതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് ഓൾറെഡി IELTSൻ്റെ റിസൾട്ട് സ്കോർ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ആ റിസൾട്ടും വെച്ച് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചാണ് ആ കോച്ചിങ് അറ്റൻഡ് ചെയ്തത്. അവിടെ ചെന്ന് ട്രെയിനിങ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ എക്സാമിൻ്റെ റിസൾട്ട് പോരാ, UKVA തന്നെ വേണമെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ UKVA എക്സാം എഴുതി. അതിലും എനിക്ക് മാതാവ് പ്രാർത്ഥിച്ച് ഞാൻ പോയത്. ആ സമയത്ത് കുറേ ഡിലേ വന്നിരുന്നു. പക്ഷേ കോച്ചിങ്ങൊന്നും ഇല്ലാതെ ഞാൻ എഴുതി. മാതാവ് എനിക്ക് പോകാനുള്ള സ്കോറൊക്കെ തന്ന് അനുഗ്രഹിച്ചു. ഞാൻ സ്കോർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പല ഏജൻസികൾ എവിടെ കൊടുക്കും, എൻ്റെ പ്രോസസ്സിങ് നടത്താൻ വേണ്ടി ഞാൻ എവിടെ കൊടുക്കുന്നത് അന്വേഷണം തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ എറണാകുളത്തെ ഒരു ഏജൻസിയിൽ കൊടുത്തു. അവർ 2 ആഴ്ച കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞിരുന്നത്. വെറും 2 ആഴ്ചയാവുള്ളൂ, അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും റെഡിയാവുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ എമൗണ്ടൊക്കെ വാങ്ങിച്ചു. പക്ഷേ പോകെ അവർ കുറേ ഡിലേ ആവാൻ തുടങ്ങി. പിന്നെ എനിക്ക് ടെൻഷനായി. എന്ത് ചെയ്യും, നമ്മുടെ പൈസ ആണെങ്കിൽ അവരുടെ കയ്യിലാണ്, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നാളായി ഞാൻ കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എനിക്ക് പെട്ടെന്നൊരു ചാൻസ് കിട്ടി. എൻ്റെ പേപ്പൻ്റെ മോള് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം, അവൾ പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവളുടെ കൂടെ വരാൻ തീരുമാനിച്ച്. എൻ്റെ ഹസ്ബൻഡിനോട് അതിക്ക് മുന്നേ ഞാൻ പലതവണ എന്നെ ഒന്ന് കൃപാസനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആൾ പല സ്ഥലത്തും ടൂറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമായിരുന്നു, പക്ഷേ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ അവളുടെ കൂടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കറക്റ്റ് 3 മാസം ഞാൻ എടുത്തത് ഒരു ഫെബ്രുവരി 17-ാം തീയതി ആയിരുന്നു. മെയ് 17-ാം തീയതി ആയപ്പോഴേക്കും എൻ്റെ വിസ സബ്മിഷൻ്റെ ഡേറ്റ് അവിടെ നിന്ന് അവർ വിളിച്ച് ചോദിച്ചു, 17-ാം തീയതിക്ക് വിസ സബ്മിഷൻ്റെ ഡേറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മാതാവ് എനിക്ക് തന്നതാണെന്നുള്ളൊരു വലിയൊരു വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ പിന്നെ പെട്ടെന്ന് നടന്നു. ഞാൻ UK പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ജോലിയിൽ കയറാൻ വേണ്ടി ഒരു 1 മന്ത് ഡിലേ വന്നു. അങ്ങനെ ആ 1 മന്ത് ഞാൻ വെറുതെ ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ജോലിയിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിലും അവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ ഭയങ്കര ഞാൻ ആ റെസിഡൻഷ്യൽ കെയർ ഹോമായിരുന്നു. അവിടേക്ക് കയറി ചെന്ന ആദ്യത്തെ ഒരു ഇന്ത്യൻ എന്ന് പറയുന്നത് ഞാനായിരുന്നു. അവിടെ ബാക്കിയൊക്കെ വൈറ്റ്സ്, പിന്നെ കുറേ ആഫ്രിക്കൻസ്, അങ്ങനെ എനിക്ക് ആരും ഒരു കാര്യങ്ങൾ അവിടുത്തെ ഈ ഒരു കൾച്ചറിൽ നിന്ന് പുതിയൊരു കൾച്ചറിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഏതാണെന്നൊന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളൊന്നും പങ്കിടാനോ എനിക്ക് ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനായിരുന്നു ആദ്യത്തെ ഒരു ഇന്ത്യക്കാരി അവിടെ എത്തിയത്. അങ്ങനെ
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട്. പിന്നെ അവരെനിക്ക് ഒരു 10-20 ദിവസത്തെ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എന്നോട് കാര്യകാരണങ്ങളൊന്നുമില്ല, എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്ന കുട്ടികളും പറയും, ഇതേപോലെ വിഷമ സ്ഥിതിയിലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിനക്ക് എങ്ങനെ കഴിയണമെന്ന് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലേക്കും അവിടെ ജോലി ഇല്ലാതെ നിന്ന സമയത്ത് ഞാൻ പല സ്ഥലങ്ങളിലേക്കും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അവിടെ UK-യിലുള്ളവർക്ക് അറിയാം, അവിടെ നിന്ന് ഒരു പുതിയ സ്പോൺസർഷിപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തോരം പ്രയാസമുണ്ടെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലാവും. പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പല ജോലികൾക്കും പല സ്ഥലത്തേക്കും റെസ്യൂമുകളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരു കോൾ ഇങ്ങോട്ട് വരാണ്, എൻ്റെ ഫയൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ആ പുള്ളിനെ അറിയില്ല. ഞാൻ അങ്ങോട്ട് ഒരു ഫയൽ ഒരാൾക്ക് അങ്ങനെ അയച്ചു കൊടുത്തിട്ടുമില്ല. ആ ആളുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ആളോട് വീണ്ടും ചോദിച്ചു, എൻ്റെ ഫയൽ എങ്ങനെയാണ് ആളുടെ കയ്യിലെത്തിയെന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. പക്ഷേ ആൾ പറഞ്ഞു, തൻ്റെ പേര് ഇന്നതല്ലേ, ഇങ്ങനെയൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാതാവായിട്ട് എനിക്ക് കൊണ്ടുവന്ന് ഇങ്ങോട്ട് തന്നതാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ആൾ പറഞ്ഞു, എൻ്റെ സിറ്റുവേഷനുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ജോലി ശരിയാക്കി തരാം, പക്ഷേ സ്പോൺസർഷിപ്പ് കിട്ടുമെന്നുള്ള കാര്യമൊന്നും ഞാൻ ഉറപ്പ് പറയണില്ല. ജോലി ഇല്ലാതിരിക്കുകയാണെങ്കിൽ നീ ജോലിക്ക് വേണ്ടിയിട്ടെന്ന ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ടി അവിടേക്ക് മാറി. അതിനുശേഷം എനിക്ക് ജോലി എന്നും കിട്ടുന്നുണ്ടായിരുന്നു. ജോലിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. പിന്നെ കുറേ നല്ല ആളുകളുടെ ഇടയിലേക്കാണ് മാതാവ് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അവരെനിക്ക് എൻ്റെ സിറ്റുവേഷനുകൾ മനസ്സിലാക്കി എനിക്ക് റെൻ്റ് ഇല്ലാതെ എനിക്ക് നല്ല എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി നല്ലൊരു വീട്ടിൽ ഒരു ഫാമിലിയോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. റെൻ്റ് കൊടുക്കാതെ തന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് അതാത് സമയങ്ങളിൽ എനിക്ക് നടത്തി തരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവരുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ തന്നെ എനിക്ക് സ്പോൺസർഷിപ്പും തന്നു. ഇപ്പം ഞാൻ സ്പോൺസർഷിപ്പ് കിട്ടി. എൻ്റെ ഹസ്ബൻഡിൻ്റെയും പിള്ളേരുടെയൊക്കെ വിസ എടുത്തു. ഇപ്പം ഞങ്ങൾ ഈ 16-ാം തീയതി ഞങ്ങൾ ഫാമിലി ആയിട്ട് UK-യിലേക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രാർത്ഥനയോ കാര്യങ്ങൾ അങ്ങനെ സന്ധ്യപ്രാർത്ഥനയ്ക്കായാലും അങ്ങനെ അധികം ഇരിക്കാറില്ല. പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകണമെങ്കിലും ആണെങ്കിലും വിശ്വാസമുണ്ട് എന്നുള്ളതാണ്ട് പള്ളിയിൽ പോകാനൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഞാൻ നിർബന്ധിച്ചൊക്കെ കൊണ്ടുപോകണമായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയുടെ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വരാൻ പറ്റാത്ത കാരണം കൊണ്ട് ഖത്തറിൽ വർക്ക് ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ചേട്ടൻ പ്രാർത്ഥിച്ചു. 3 മാസം തികയാൻ വേണ്ടി 2 മാസമായിട്ടും എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഒന്നും ആവാതെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയൊന്നും മാതാവ് കേൾക്കണില്ല എന്ന് തോന്നണേന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ മാതാവാണ് ഇവിടെ വരെ എത്തിച്ചതെങ്കിൽ എനിക്ക് ഒരിക്കലും ജോലി ഇല്ലാതെയോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടിയൊന്നും വരില്ല. അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടെന്ന് ഞാൻ ചേട്ടനോട് പലതവണ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് 3-ാം മാസം ആയപ്പോഴേക്കും എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കുകയും അതിൻ്റെ വിസ പ്രോസസ്സിങ് കഴിഞ്ഞ് വരികയും എല്ലാ കാര്യങ്ങളും എൻ്റെ ഓക്കെ ആയി എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ 16-ാം തീയതി ഫാമിലിയായിട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വരുന്നത് ഡിസംബർ 7-ാം തീയതിയാണ്. ഞാൻ വന്നപ്പോൾ ഇവിടെ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാനുള്ള നറുക്ക് എനിക്കാണ് കിട്ടിയത്. അങ്ങനെ മാതാവിനെ എടുത്തു, ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ നിയോഗങ്ങൾ മെയിനായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിയോഗമായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നതും ഇത് ചെയ്യുന്നതും ഉടമ്പടി എടുക്കുന്നതും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ഒരുമിച്ച് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യവും. ഈ സാക്ഷ്യത്തിൽ ഇവർ രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ വന്ന് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവം നൽകിയത് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഉടമ്പടിയിൽ എന്ന പ്രാർത്ഥനയിലൂടെയാണ് അത് ക്രമീകരിക്കപ്പെട്ടെന്നുള്ള ബോധ്യത്തിലാണ് നിൽക്കുന്നതും. അപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ എവിടെയൊക്കെയാണ്
ഒരു ദൈവിക ഇടപെടൽ ഉണ്ടെന്നുള്ളതും സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം ഇടപെടണമെങ്കിൽ എന്തുകൊണ്ടാണ് ഉടമ്പടി എന്ന പ്രാർത്ഥനയിൽ ഇത്രയേറെ അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഉടമ്പടിയിലേക്ക് വരുന്നൊരു വ്യക്തി സ്വാഭാവികമായിട്ടും ഒരു ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായിട്ട് തിരിയുവാനായിട്ടുള്ള സാധ്യത അത് വല്ലാത്ത ഒരു സാധ്യതയാണ്. പരിശുദ്ധ അമ്മ ആ സാധ്യതയെ വല്ലാത്ത ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഉടമ്പടി സാക്ഷ്യം പറഞ്ഞേക്കാം, ഉടമ്പടി എടുത്തേക്കാമെന്നൊക്കെ പറയുമ്പോൾ അനുഭവങ്ങൾ ഇവിടെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സ്വന്തമാക്കണമെങ്കിൽ ഉടമ്പടി എന്ന് പോലെ ദൈവം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം ഒരു വലിയൊരു സാധ്യതയുണ്ട്. അത്രത്തോളം മാതാവ് ഇതിനെ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണല്ലോ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ തക്കവിധം ഉള്ളൊരു ദൈവാനുഭവം ഉണ്ടായെന്നുള്ളതാണ്. അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം. പിന്നെ അതിലേക്ക് നടന്നെടുക്കുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ച മറ്റ് എല്ലാ കാര്യങ്ങളെയും പ്രതിയും നമുക്ക് ഈ കുടുംബം പറഞ്ഞ് ഈ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. അമ്മേ മാതാവേ നന്ദി. എൻ്റെ പേര് ഗ്രേസി എബ്രഹാം. ഞാൻ എറണാകുളം ജില്ലയിൽ സൗത്ത് പറവൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. ഇത് എൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ് പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. സങ്കീർത്തനങ്ങൾ 127:3. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഈശോ ഞങ്ങൾക്ക് തന്ന ഒരു സമ്മാനമാണ് ഈ മോൻ. ഇത് എൻ്റെ മോൻ്റെ വൈഫ് അഞ്ജിത കുഞ്ഞ്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ മോൾ പ്രഗ്നൻ്റായി. 1.5 മാസമായപ്പോൾ അത് അബോർഷനായി. ഞങ്ങൾക്കെല്ലാം ഒത്തിരി വിഷമം തോന്നി. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അന്ന് അച്ഛനെ കാണാനായിട്ട് അനുഗ്രഹം കിട്ടി. അച്ഛനോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവൾക്ക് പീരീഡ്സ് കറക്റ്റായിട്ട് ഉണ്ടാകുന്നില്ലായിരുന്നു, അബോർഷനുമായി. ഇത് 2 കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ തൈലം തന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് വയറ്റിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞ് ഞങ്ങളെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ മാസവും പീരീഡ്സ് കറക്റ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അമ്മേ മാതാവേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന ഞാൻ അൾത്താരയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2 വർഷമായപ്പോൾ മോൾ പ്രഗ്നൻ്റായി. ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. നോർമൽ പ്രസവം തന്ന് കുഞ്ഞുവാവേനെ ഞങ്ങൾക്ക് ഒരാൺകുഞ്ഞിനെ തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അമ്മേ മാതാവേ നന്ദി. അതിനുശേഷം 2 ദിവസം അന്ന് കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്ന ഉടനെ തന്നെ ഞാൻ കാശുരൂപ മോൻ്റെ നെറ്റിയിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിനെ മാതാവിനെ ഏൽപ്പിച്ചായിരുന്നു. അതിനോടിടയ്ക്ക് മോൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും വയറ്റിൽ കുരിശ് വരച്ച് തൈലം തൊട്ട് കുരിശ് വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിന് മഞ്ഞപ്പ് കണ്ടു തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു, അവനെ ഫോട്ടോതെറാപ്പി ചെയ്യണം, 2 ദിവസത്തേക്ക് NICUവിൽ കിടത്തേണ്ടി വരുമെന്ന് പറഞ്ഞു. കുഞ്ഞിനെ ഞങ്ങൾ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, തൈലം തൊട്ടും കാശുരം വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കൊച്ചിനെ NICUവിലേക്ക് കൊണ്ടുപോയി 2 ദിവസം കിടത്തണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ കുഞ്ഞിനെ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞു അവന് മഞ്ഞപ്പ് ഇപ്പോൾ നോർമലായി, നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കൊച്ചു സുഖമായിരുന്നു. 2.5 മാസം ആയപ്പോൾ അവന് ഒരു വിമ്മിഷ്ടം പോലെ തോന്നി. മൂത്രം ഒഴിക്കുമ്പോൾ തെരുതെരെ മൂത്രം പോകുന്നു. അപ്പം അതോടൊപ്പം അവൻ മുക്കുന്നുണ്ട്. പിന്നെ മൂത്രത്തിനകത്ത് ഇച്ചിരി പഴുപ്പ് പോലെയും കണ്ട്. ഞങ്ങൾ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ ഇൻഫെക്ഷൻ്റെ ഒത്തിരി കൂടുതലാണ്, കൗണ്ട് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കൊച്ചിൻ്റെ കുഞ്ഞ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ ആ സമയമൊക്കെ കുഞ്ഞിനെ വയറ്റിൽ കാശുരം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ വെച്ചു അമ്മേ മാതാവേ, ഞങ്ങളുടെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതേ, അവൻ്റെ ആന്തരിക അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ അമ്മ സൗഖ്യം തന്ന് കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടുന്ന് ഞാൻ പോയി പത്രം വാങ്ങിച്ചു. ഞാൻ ചേർത്തലയിൽ ചെന്ന് ബസ് ഇറങ്ങി. നട്ടുച്ച നേരമായിരുന്നു. ഞാൻ ആ 4 കെട്ട് പത്രം വാങ്ങിച്ചു.
4 കെട്ട് പത്രവും വാങ്ങിച്ചു. ഞാൻ ചേർത്തല സ്റ്റാൻഡ് മുഴുവൻ നടന്ന് എല്ലാ കടകളിലും കൊടുത്തു. എല്ലാവരും കുറച്ച് പേരൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പോകുന്ന വഴി മുഴുവൻ ജപമാലയും ചൊല്ലി ഞാൻ അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ടാണ്, എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടന്നത്. പത്രം കൊടുത്തു കഴിയുമ്പോൾ ഞാൻ അവിടുന്ന് ആ കടയിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ പറയും, മാതാവേ ഈ പത്രം വായിക്കുന്ന മോളെയും ആ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ അടുത്ത് കയറുന്നത്. അപ്പോൾ ചില കടകളിലൊക്കെ കൊണ്ടുചെല്ലുമ്പോൾ അവർ വേണ്ടെന്ന് പറയും. എന്നാലും ഞാൻ ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം എന്ന് പറഞ്ഞ് ഉച്ചസമയമായതുകൊണ്ട് അങ്ങനെ നടന്ന് മുഴുവൻ പത്രവും കൊടുത്തു. ശേഷം ഒരെണ്ണം എനിക്ക് വായിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ബസ്സിന് കയറി വീട്ടിലേക്ക് പോകാൻ കയറിയിരുന്നു. ആ സമയത്താണ് ഞാൻ കൊച്ചിൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ മോളുടെ മെസ്സേജ് കണ്ടു. അപ്പോൾ കൊച്ചിന് കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, ഇൻഫെക്ഷൻ ഇത്രയും കൂടുതലായതുകൊണ്ട് സാധാരണ ഇൻഫെക്ഷൻ്റെ കൗണ്ട് 12,000 വരേണ്ടത്, കൊച്ചിന് 26,000 ഉണ്ട്. അതുകൊണ്ട് ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യണം, കിഡ്നി നോക്കണം, കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ പോകുമ്പോൾ ഫോൺ നോക്കിയപ്പോൾ മോളുടെ മെസ്സേജ് കണ്ട്, അമ്മേ കുഞ്ഞിന് കിഡ്നിക്കൊന്നും ഒരു കുഴപ്പവുമില്ല, അവൻ്റെ യൂറിൻ പോകുന്ന അവിടെ ഇച്ചിരി തൊലി മൂടി കിടപ്പുണ്ട്, അത് കട്ട് ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ അവൻ്റെ യൂറിൻ പോകുന്ന സ്ഥലത്തു നിന്നൊരു ട്യൂബിട്ട്, കിഡ്നിയിലേക്കൊരു ട്യൂബിട്ട് എക്സ്റേ എടുത്ത് നോക്കണം, അവന് ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടപ്പുണ്ടോ എന്നറിയുന്നതിന് നോക്കണം, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അവന് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഈ ആൻറ്റിബയോട്ടിക്സ് കൊച്ചിൻ്റെ ഇത് കട്ട് ചെയ്യുന്നത് വരെ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞു ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു ഡോക്ടറുടെ പോയി കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടി കാണിച്ചു. അവനെ എക്സ്റേ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം തോന്നി. അപ്പോൾ വേറൊരു ഡോക്ടറെയും കൂടി കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേറൊരു ഡോക്ടർക്ക് ചെന്നു. അവിടെ ഈ റിസൾട്ടൊക്കെ ഡോക്ടർ നോക്കി. അതോടൊപ്പം പറഞ്ഞു, മോനെ ഒന്നും കൂടി കിഡ്നിക്കും ബ്ലാഡറും സ്കാൻ ചെയ്ത് നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലാഡറും കിഡ്നിയും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുവാണ്, കുഞ്ഞിന് വേറൊരു കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്, അവന് ഇനി ഇത് വേറൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ യൂറിൻ പോകുന്നിടത്ത് ആ തൊലി മൂടിയത് ഡോക്ടർ കാണിച്ചു തന്നു, ഇത് ഇച്ചിരി പുറകോട്ട് മാറ്റി കാണിച്ചു തന്നു, അത് ഇനിയിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവനൊരു കുഴപ്പമില്ല, ഇനി അവന് ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു കുഴപ്പമൊന്നും കൂടാതെ അമ്മ മാതാവ് ഈശോയും ഞങ്ങൾക്ക് ഈ കുഞ്ഞിൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റി സൗഖ്യം തന്നതിന് ഒരുപാട് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ വൃദ്ധസദനങ്ങളിലൊന്നും പോകാറില്ല, എങ്കിലും അവർക്ക് സഹായം ആവശ്യമുള്ളപ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന നിർധനരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കും, സാമ്പത്തികമായിട്ട് കൊടുക്കും, വസ്ത്രം കൊടുക്കാറുണ്ട്. പിന്നെ അസുഖമായിട്ടുള്ളവർ നമ്മുടെ അടുത്തുള്ളവരും ഒക്കെ ആണെങ്കിലും ഞാൻ അറിഞ്ഞ ഉടനെ തൈലവും കാശുരൂപവും ഉപ്പും കൂടി കൊണ്ടുപോയി അവർക്ക് പ്രാർത്ഥിക്കാറുണ്ട്, സുഖപ്പെടാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങളേറെ പ്രതി കുഞ്ഞിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞതും. ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് അതിനുള്ള സാക്ഷ്യപ്പെടുത്തലുമാണ് ഇപ്പോൾ നടത്തിയത്. പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് മൊഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം. ഈശോയെ മഹത്വപ്പെടുത്താനും അമ്മയുടെ സാക്ഷിയായി ഉയർത്തി എന്നെ ഈ വിധിയിൽ നിൽക്കാൻ അവസരമൊരുക്കുന്ന ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് അശ്വതി. ഇടുക്കി ജില്ലയിലെ വഴുത്തല എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 19 ഉടമ്പടി എടുക്കാനിടയായ സാഹചര്യം പറയാം. ഞാനൊരു നേഴ്സാണ്. OT പഠിക്കുന്നതിന് വേണ്ടി ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുകയും അവിടുത്തെ കുട്ടികളിൽ നിന്ന് എനിക്ക് പത്രങ്ങൾ കിട്ടാനിടുകയും ചെയ്തു. കൂടാതെ ഒരുപാട് സാക്ഷ്യങ്ങൾ അവർ തന്നെ പറയുന്നത് കേൾക്കാനിടയായി. അങ്ങനെ അവിടെ വെച്ച് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, ബെക്സി. ഞങ്ങളിരുവരും യൂട്യൂബിൽ വരുന്ന സാക്ഷ്യങ്ങളുടെ കണ്ടൻറ്റുകൾ തമ്മിൽ ഷെയർ ചെയ്യാനും അതുവഴി ഞങ്ങൾക്കിവിടെ വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ദൂരം കൂടുതലായതിനാൽ ഒരിക്കലും ഇവിടെ പറ്റിയിട്ടില്ല ഇവിടെ എത്തുന്നതിന്. അങ്ങനെ കൃപാസന മാതാവിനെ പറ്റി കേട്ടതിന് ശേഷം പിന്നീട് ഞാൻ എവിടെ പോകുമ്പോഴും മാതാവ് റിലേറ്റഡ് ആയിരുന്നു കാണുന്നതും കേൾക്കുന്നതും. ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും അടുത്തിരിക്കുന്ന ആളാണെങ്കിലും കൃപാസനത്തെ പറ്റി പറയുമ്പോൾ കൂടുതൽ എനിക്ക് ഇവിടേക്ക് വരണം എന്നൊരു തോട്ടുണ്ടായി.
അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉടമ്പടി എടുക്കുകയും ഫ്രണ്ടിൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗമായി ഞാൻ OET പാസ്സാകണമെന്നും വെച്ചിരുന്നു. മാതാവിൻ്റെ മുമ്പിൽ അങ്ങനെ എൻ്റെ പ്രാർത്ഥന എത്തിയിരുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വരണമെന്നുള്ളത് ഒത്തിരി ആഗ്രഹമായിരുന്നു. അപ്പോൾ വരുന്ന കാര്യം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് സൂചിപ്പിച്ചു. അമ്മ തയ്ക്കുന്ന ആളാണ്. തയ്ക്കുന്ന കടയിൽ നിന്നും അമ്മയ്ക്ക് പത്രം കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന കാര്യം പറയുമ്പോൾ അമ്മ പറയുമായിരുന്നു, ഈ പത്രം മുഴുവൻ വായിച്ച് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവും, വിഷമമുള്ള എല്ലാം ശരിയാവും എന്ന് പറയായിരുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് ഇവിടെ വരണം എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എക്സാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വരാം എന്നായി. അപ്പോഴത്തേക്കും എക്സാം ആയായിരുന്നു. ഒരാഴ്ചയും കൂടെ എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ. എക്സാമിൻ്റെ ആഴ്ച എടുക്കും തോറും ഭയങ്കര ടെൻഷനായിരുന്നു. എക്സാം എന്ന് പറയുമ്പോഴേ ടെൻഷനാണ്. പ്രത്യേകിച്ച് OET എഴുതുന്നവർക്കറിയാം, ലിസണിങ്ങിനൊക്കെ ആണെങ്കിൽ എനിക്ക് സ്കോറ് ഒത്തിരി കുറവായിട്ടാണ് എക്സാമിൻ്റെ ഡേറ്റ് എടുക്കും തോറും വന്നിരുന്നത്. അതുപോലെ സ്പീക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ വിശ്വാസമുള്ള ഒരു പള്ളിയായിരുന്നു വിശുദ്ധ ദാസ്ലിഹ പള്ളി. അവിടെ പോയി കുഞ്ഞിന് മുതലേ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ ഒരു ദിവസം പോയി. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ പള്ളിയുടെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ എൻ്റെ അരികിലൊരു കൃപാസനം പത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് തന്നെയാണ്, ഇങ്ങോട്ട് എത്തണം എന്നുള്ളത് തന്നെയാണെന്ന് എനിക്കപ്പോഴും തോന്നി. പക്ഷേ എക്സാമിന് മുമ്പ് എനിക്കിവിടെ വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എക്സാമിന് കയറുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ച വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും എക്സാം സെൻറ്ററിൽ പോയപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളുടെ ആണെങ്കിലും നോക്കുമ്പോൾ കയ്യിലൊരു മോതിരമായിട്ട് മാതാവിൻ്റെ രൂപം അവിടെ ഇവിടെ ആയിട്ട് എന്തായാലും മാതാവ് റിലേറ്റഡ് എന്തെങ്കിലും ഞാൻ കാണുമായിരുന്നു. എനിക്കാകെ അപ്പോൾ അറിയാവുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാത്രം പറയാനായിരുന്നു. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. OET എക്സാം എഴുതുന്നവർക്കറിയാം എത്രമാത്രം അത് പാടാണ്. നമ്മുടെ ലക്ക് കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുപോലെ റീഡിങ് ലിസണിങ്ങൊക്കെ ചെയ്തു. റീഡിങ് ലിസണിങ് ചെയ്തപ്പോൾ എക്സാക്ട്ലി ആൻസർ എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു. പക്ഷേ റൈറ്റിങ്ങിലോട്ട് വന്നപ്പോൾ റൈറ്റിംഗ് എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ഒരിതായിരുന്നു. C+ എങ്കിലും മേടിക്കാമെന്നുള്ളൊരു ഏരിയ ആയിരുന്നു. പക്ഷേ റൈറ്റിംഗ് വന്നപ്പം അത് പ്രൂഫ് റീഡിങ് ചെയ്യാന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. പക്ഷേ എനിക്ക് കറക്റ്റ് ടൈമായിരുന്നു കിട്ടിയിരുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് 2-3 മിസ്റ്റേക്ക് കണ്ടെത്താൻ പറ്റുകയും അതിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ എനിക്കൊരു മിസ്റ്റേക്ക് തിരുത്താൻ പറ്റുകയും ചെയ്തില്ല. ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് C+ പോലും കിട്ടാൻ ചാൻസ് കുറവാണ് എന്നാണ് പറഞ്ഞത്. അതോടുകൂടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പോകും, കിട്ടത്തില്ല എന്നൊരിത്, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ടെൻഷൻ വെച്ചാണ് ഈവനിങ് ആയിരുന്നു എൻ്റെ സ്പീക്കിംഗ് ടൈം. അപ്പോൾ ഞാൻ ആ ഒരു ടെൻഷനോട് കൂടിയാണ് സ്പീക്കിംഗ് ചെയ്തപ്പോൾ ആ ടെൻഷൻ സ്പീക്കിംഗ് ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എനിക്ക് സ്പീക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ എന്നാൽ ഈ എക്സാമിന് ഒരാഴ്ച മുമ്പ് സാക്ഷ്യങ്ങൾ എപ്പോഴും കാണുമായിരുന്നു. സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിൻ്റെ ഒരു ലിങ്ക് കിട്ടുകയും അതിലൂടെ ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന PDF ആയിട്ട് ലഭിച്ചു. അത് കിട്ടിയപ്പോൾ മുതൽ തൊട്ടടുത്ത ദിവസം തൊട്ട് വെളുപ്പിന് ഞാൻ എഴുന്നേൽക്കുകയും പ്രാർത്ഥന സ്ഥിരമായിട്ട് ചെല്ലുകയും ചെയ്തു. ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ തിരിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ സാധാരണ തിരി എത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. എക്സാം പാടായിട്ടും ഒരാഴ്ച കഴിഞ്ഞ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല. സ്ഥിരമായിട്ട് 5:30 ചെല്ലുമായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇവിടെ വരാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റായി. പക്ഷേ പബ്ലിഷ് ചെയ്ത റിസൾട്ടിൽ എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ആരുടെയും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ വേണ്ടിയാണ് അത്രയും നാൾ കാത്തിരുന്നത്. അങ്ങനെ പക്ഷേ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഉടമ്പടി എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. ആ ഫ്രണ്ട് പാസ്സാവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളിവിടെ വരണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നടക്കാതെ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ കൃപാസനത്തിൽ എത്രയും റിസൾട്ട് പെട്ടെന്ന് വരും എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാനും അമ്മയും കൂടെ പ്ലാൻ ചെയ്ത് ഉടമ്പടി എടുത്ത എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബസ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് കൃത്യസമയത്ത് തന്നെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ വെളുപ്പിനെ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന ഓരോ സാഹചര്യത്തിലും കൃത്യസമയത്തായിരുന്നു ഞങ്ങൾക്ക് ബസ് കിട്ടിയിരുന്നത്. ഇവിടെ എത്തിക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എത്ര സ്റ്റേജുകൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളതൊന്നും എനിക്കപ്പോൾ അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മാതാവിനെ കയ്യിലേന്തി പ്രദക്ഷിണം ചെയ്തുകൊണ്ട് എനിക്കിവിടെ വരുവാനായിട്ട് അവസരം ലഭിച്ചു. അത് ഞാൻ ആഗ്രഹിച്ചായിരുന്നു അവിടെ നിന്നപ്പം. പക്ഷേ കിട്ടുമെന്ന് വിചാരിച്ചില്ല. കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് സന്തോഷവും സകടയില്ല ഒരുമിച്ച് വന്നു. കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് തിരികെ പോയി ഉടമ്പടി നിറച്ച വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയുള്ള ഒരു ദിവസം
റിസൾട്ട് സാധാരണയായി പബ്ലിഷ് ചെയ്യുന്ന ടൈം 11 മണി 10:30 ആ സമയം രാവിലെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. പക്ഷേ അന്നേ ദിവസം ആ സമയത്തും റിസൾട്ട് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വരത്തില്ല, അതിനെക്കുറിച്ചുള്ള ചിന്ത വിട്ടു. പിന്നെ ഉച്ച ഒരു 2 മണി ആ സമയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ പഠിക്കാം എന്ന ഇതിലാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങ് പഠിക്കാൻ നിന്നും എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കാമല്ലോ എന്ന് വിചാരിച്ച് കാണാതെ പഠിക്കാനിരുന്നു. അങ്ങനെ ഞാനത് കാണാതെ പഠിച്ച് പൂർത്തീകരിച്ച് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പം ഫുൾ കാണാതെ പഠിച്ച് കഴിയുമ്പം ഫോണിൽ നോക്കിയായിരുന്നു, PDF ആയിട്ടാണ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞ ആ സമയത്ത് കുറച്ച് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, റിസൾട്ട് വന്നു എന്നൊരു കുട്ടിയുടെ മെസ്സേജായിരുന്നു. പക്ഷെ ഞാനത് നോക്കിയില്ല. പ്രാർത്ഥന ഞാൻ ഫുൾ പൂർത്തീകരിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ റിസൾട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ റിസൾട്ട് നോക്കി ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നത് 300 മാർക്കാണ് റൈറ്റിങ്ങിന് C+ വേണ്ടത് UK പോകുന്നതിന് വേണ്ടി. അതെങ്കിലും കിട്ടണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ 300-ന് പകരം 400 മാർക്ക് 400 മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫുൾ ബിയോടുകൂടി എനിക്ക് എനിക്ക് പാസ്സാകാനായിട്ട് പറ്റി. എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കൊരിക്കലും എനിക്കൊരിക്കലും കിട്ടില്ലെന്ന് എനിക്കറിയാം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു. എനിക്ക് ഉറപ്പില്ലായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. കറക്റ്റ് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ എനിക്കതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ അനുഭവം എന്ന് പറയാം. കാരണം പ്രാർത്ഥനയെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് കിട്ടിയപ്പം ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് അത് റിസൾട്ട് വന്നതിന് ശേഷം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയുണ്ടായി. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച നിറച്ച വസ്തുക്കളും തേനും ഉപ്പും തൈലവും ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിരുന്നത്. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ഞാനത് ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അത്യാവശ്യം ടഫായിരുന്നു. കിട്ടുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത പ്ലേസ് UKയിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് എല്ലാവരും പറയും. പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കാണുകയും ചെയ്തപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഇപ്പോഴും. അപ്പം ഞാനത് വേണ്ട എന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ചു. അതിനുശേഷം അതിങ്ങനെ അടുത്ത ഇൻ്റർവ്യൂ ഇപ്പോൾ UKയിലോട്ടുള്ള പൊതുവേ ഇൻ്റർവ്യൂ കുറവാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ 2 മാസത്തോളം വെയിറ്റ് ചെയ്തു. ഇതിനിടയിൽ ഞാൻ CBT എക്സാം എഴുതി. അതും മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് അത് ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഉടുപ്പിൽ തന്നെ പിൻ ചെയ്ത് തൈലവും ഉപയോഗിച്ചാണ് ഞാൻ CBT എക്സാം എഴുതിയതും പാസ്സായതും. അത് കഴിഞ്ഞിട്ട് ജനുവരി ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇൻ്റർവ്യൂവിൻ്റെ വരുന്നില്ല. ഞാൻ റിസൈൻ ചെയ്താണ് വന്നത്. എനിക്ക് ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രൊസീഡ് ചെയ്യണോ വേണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കെ അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുകയുണ്ടായി, മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ആ ചേച്ചി ദൈവത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറി ഒരാളുടെ വാക്ക് കേട്ട് ഒരു ഓഫർ വേണ്ട എന്ന് വെക്കുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കാര്യം ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓരോ ധ്യാനത്തിലും എനിക്കായിട്ട് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടായിരിക്കും. എനിക്കായിട്ടുള്ളൊരു ദിവസം എന്നാണ് വിചാരിക്കുന്നത്. ആ ഒരാഴ്ച എന്നോട് പറയുന്ന ഒരു ദിവസം, എന്നോട് ദൈവം സംസാരിക്കുന്ന ഒരു ദിവസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് കണക്റ്റ് ആവുന്ന എന്തെങ്കിലും അതിനകത്തുനിന്ന് കിട്ടുമായിരുന്നു. ഒരു തീരുമാനം എനിക്ക് ആ ധ്യാനം കൂടുന്നത് വഴി എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ടത് പ്രൊസീഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉറങ്ങാൻ കിടക്കാൻ ദിവസം അങ്ങനെ സാക്ഷ്യം പ്ലേ ചെയ്തായിരുന്നു കിടന്നിരുന്നു. അങ്ങനെ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കെ അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയി. സാക്ഷ്യത്തിൽ ആ ചേച്ചിയുടെ സാക്ഷ്യമായിരുന്നു. ആ ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ചേച്ചി ഒരു വചനം സ്വപ്നം കണ്ട കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഞാനിങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ, സ്വപ്നമായിട്ട് കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. മയക്കത്തിൽ തന്നെ പെട്ടെന്ന് ഞാൻ ഒരു വചനമായിട്ടാണ് എഴുന്നേൽക്കുന്നത്.
അതിതാണ് എഫേസ്യർ 4:1 പറയുന്ന പോലെ നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാനെന്നാണ്. എനിക്കറിയില്ല, പെട്ടെന്ന് എനിക്ക് അങ്ങനെ എന്താണ് തോന്നിയത്. എനിക്ക് ബൈബിൾ മുൻപരിചയമുള്ള ആളല്ല, ഞാനൊരു ഹിന്ദുവാണ്. എനിക്കറിയത്തില്ല എന്താ അങ്ങനെ തോന്നിയെന്ന്. ഞാൻ ഫോണിൽ തന്നെ പെട്ടെന്ന് അങ്ങനെ നോക്കുമായിരുന്നു അതെന്താണെന്ന്. അതിതാണ്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്നതിനുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. ദൈവം തന്നതാണെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ അത് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി ഏജൻസിക്കാരുടെ അടുത്ത് ചോദിച്ചപ്പം 90% അത് കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്നാലും എനിക്കത് തരില്ലെന്ന് പറഞ്ഞാലും സങ്കടമില്ല. കാരണം അത് മാതാവ് തന്നതാണെങ്കിൽ എനിക്ക് തരട്ടെ എന്നായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അതെനിക്ക് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തന്നത് അന്ന് മാതാവാണ് അതെനിക്ക് തന്നതെങ്കിൽ ഇന്ന് എനിക്കത് വീണ്ടും തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ 90% കിട്ടാൻ സാധ്യത കുറവാണ്, എന്നാലും മെയിൽ അയക്കാമെന്ന് പറഞ്ഞ് അവരയച്ചു. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്കത് വെച്ച് പ്രൊസീഡ് ചെയ്യാമെന്നുള്ള മെയിൽ വന്നു. അങ്ങനെ അത് വെച്ച് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ ഭാഗത്തും മാതാവ് നേരിട്ടും അല്ലാതെ ഒരുപാട് ഇടപെടലുകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വരുന്ന മെയ് 15 ഞാൻ UK പോവുകയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം. പിന്നെ എൻ്റെ ചേട്ടായി 28 വർഷമായിട്ടും ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല, പക്ഷെ ഡ്രൈവ് ചെയ്യും. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ലൈസൻസ് എടുക്കാൻ തീരുമാനിക്കുകയും ലൈസൻസ് എടുക്കുന്ന ടെസ്റ്റിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലവും പുരട്ടിയാണ് വിട്ടത്. അന്ന് ലൈസൻസ് ടെസ്റ്റിന് പോയ 2 പേരെ പാസ്സായിട്ടുള്ളൂ. അതിലൊരാളെൻ്റെ ചേട്ടായിയാണ്. പിന്നെ ഇവിടെ പറയാൻ പറ്റുമില്ലെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കൊരു പൂച്ചക്കുഞ്ഞുണ്ട്. അപ്പോൾ അതിന് വണ്ടി ഇടിച്ച് ഞാൻ മരിച്ചു പോയെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അത്രയും കരഞ്ഞു. ഒരു മനുഷ്യനെന്ത് പറ്റുന്നോ അതിനേക്കാൾ കൂടുതൽ ഞാൻ അതിനുവേണ്ടി കരഞ്ഞു. രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് എടുക്കാൻ പേടിയായിരുന്നു. അങ്ങനെ അത് കിടക്കുന്ന കണ്ടിട്ട് എടുത്തിട്ട് വന്നു. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി. എനിക്ക് തോന്നുന്നു അത് ജീവൻ തിരിച്ചു കിട്ടിയത് ഉടമ്പടി തൈലം പുരട്ടിയത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയിൽ നിന്ന് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒത്തിരി ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇവിടെ സാക്ഷി എനിക്കിങ്ങനെ ഇവിടെ നിന്ന് പൊതുവേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ വളരെ പേടിയുള്ള ആളാണ്. എനിക്കിങ്ങനെ പറയാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ നിൽക്കാനൊരവസരം ഒരുക്കി തന്നതിന്, അതും ദൈവസന്നിധിയിൽ നിൽക്കാൻ വേണ്ടി ഒരു അവസരം ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ പറ്റുമ്പോഴൊക്കെ ഒരു കുട്ടികളുടെ ഓർഫനേജ് ഉണ്ടായിരുന്നു, അവിടെ പോകുമായിരുന്നു. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ 1ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരിടം നന്നായി കണ്ടെത്തണം. എനിക്ക് എപ്പോഴും അവിടെ പോകാൻ പറ്റില്ലായിരുന്നു. വിസിറ്റ് ചെയ്യാനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവിടെ പറ്റില്ല. കാരുണ്യ പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരിടം കണ്ടെത്തണം എന്നായിരുന്നു എൻ്റെ 1ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചിരുന്നൊരു നിയമം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അറിയുകയുണ്ടായി. അങ്ങനെ എനിക്കൊരു ഓൾഡ് ഏജ് ഹോം കിട്ടി. അവിടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. അവിടെ അപ്പച്ചന്മാരെ കുളിപ്പിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കിടക്കുന്ന റൂം വൃത്തിയാക്കാനും അങ്ങനെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനും സാധിച്ചു. അതുപോലെ ഒയിറ്റ് പഠിക്കുന്ന കുറച്ച് കുട്ടികളെ എനിക്കറിയാം. അതുപോലെ അവരുടെ ഒപ്പം സ്പീക്കിംഗ് ചെയ്യാനായിട്ട്, അവരുടെ സ്പീക്കിംഗ് പാർട്ട്ണറായിട്ട് അവർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. പത്രങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്തിരുന്നത് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മാസം വന്നില്ല, ബാക്കി എല്ലാ മാസം ഇവിടെ വരികയും എല്ലാ തവണയും പത്രം മേടിക്കുകയും അടുത്തുള്ളതും അതുപോലെ ഓട്ടോ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലുകളിൽ അങ്ങനെ എല്ലായിടത്തും കൊടുക്കാനായിട്ട് സാധിച്ചു. പത്രം കൊടുക്കുമ്പോൾ ഒത്തിരി പേര് വഴക്കായിട്ടും ഇഷ്ടമില്ലാണ്ടേയും പറഞ്ഞിട്ടുണ്ട്. ആദ്യം അങ്ങനെ ചെയ്തപ്പോൾ വിഷമമായിരുന്നു. പിന്നെ എനിക്ക് കുഴപ്പമില്ല, ചിരിച്ചുകൊണ്ട് തന്നെ പോന്നു. ഞാൻ കുഴപ്പമില്ലാതായി. അങ്ങനെ ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നൊരു മനസ്സിലത് അങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലങ്ങനെ തോന്നുകയും അങ്ങനെ തന്നെ ഞാൻ മനസ്സിനെ ആശ്വാസപ്പെടുത്തുകയും ചെയ്തു. അതായത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ. പിന്നെ ഉപവാസം ബുധനും ശനിയും ഉപവാസം അനുഷ്ഠിക്കുന്നതിനായിട്ട് പരമാവധി ശ്രമിക്കും. ബൈബിൾ വായിക്കാൻ ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണെന്ന്. ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും ഞാൻ ഒത്തിരി ശ്രമിക്കുമായിരുന്നു. എനിക്കറിയാവുന്നത് കൂടുതലും ഞാൻ വീണ്ടും വായിക്കാൻ തോന്നുന്നത് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ഉടമ്പടിയിൽ ഒരുപാട് പാപപ്പിഴകളും ഒത്തിരി വന്നിട്ടുമുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എൻ്റെ നിരവധിയായ പാപങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്ന പോലെ ഞാൻ ഉടമ്പടിയിലുള്ള 6 കാര്യങ്ങളും കൃത്യമായി പാലിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ ആ സാഹചര്യത്തോട് ഞാൻ ഇവിടെ ഈ വേദിയിൽ ചെന്ന് ക്ഷമ ചോദിക്കുകയാണ്. ഉടമ്പടിയെടുത്ത് എല്ലാവർക്കും കൃത്യമായിട്ട് ഈ 6 കാര്യങ്ങളും പാലിക്കുവാനായിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അങ്ങനെയുള്ളൊരു കൃപ, എനിക്കും അങ്ങനെയുള്ളൊരു കൃപ ലഭിക്കണമേ എന്ന് മാതാവിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി അവസരം തന്ന് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു.
തൻ്റെ ജീവിതത്തിൽ ലഭിച്ചൊരു വലിയൊരു ദൈവാനുഭവമാണ് പറഞ്ഞത്. ഈ ഒരു സാക്ഷ്യം പ്രാർത്ഥനയോടെ വിലയിരുത്തുമ്പം ഒരു ഉടമ്പടിയിലേക്ക് വരാനിടവന്ന സാഹചര്യം പറയുന്നുണ്ട്. അതായത് ഏതോ ഒരു കൂട്ടുകാർ ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ മുമ്പിൽ ഓൾറെഡി എൻ്റെ ഒരു പ്രാർത്ഥന പോയിട്ടുണ്ട് എന്നുള്ളത് സാക്ഷ്യത്തിൽ നിന്ന് ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഉടമ്പടിയിലെ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരോ അവിടെ നിന്നിരുന്ന ഹോസ്റ്റലിലും മറ്റും മാതാവിൻ്റെ ഈ ഒരു പത്രം കിട്ടുകയും, അല്ലെങ്കിൽ വീട്ടിൽ അമ്മയാണെങ്കിലും ഇത് മുഴുവൻ വായിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മാതാവ് ഒരാളെ ഇങ്ങനെ സെലക്ട് ചെയ്ത് പ്രത്യേകം ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു വൊക്കേഷൻ സ്റ്റോറി പോലെ ഒരു കാര്യം മിക്കവരുടെ ലൈഫിലുണ്ടാവും. പിന്നീട് അടുപ്പിച്ചടുപ്പിച്ച് ഓരോരുത്തരും ഈ മാതാവിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ മാതാവ് നമ്മളിങ്ങോട്ട് ക്ഷണിക്കുന്നതാണോ എന്ന വലിയൊരു തോന്നലിൽ നിന്ന് ഇവിടെ വന്നു. പക്ഷേ വ്യക്തിപരമായ അനുഭവത്തിൽ തൻ്റെ കഴിവിനാലല്ല, ബട്ട് ഹിസ് ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് വിജയം ലഭിച്ചതെന്നും പോകുവാനുള്ള കാര്യം ക്രമപ്പെട്ടതെന്നുള്ള വലിയൊരു ബോധ്യത്തിൽ വ്യക്തമായിട്ട് ആ സാക്ഷ്യം ഇവിടെ പറയുകയുണ്ട്. അത് ഉടമ്പടി സാക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ കൃപയാലാണെന്നുള്ളൊരു ബോധ്യം. ഒപ്പം മൂന്നാമത്തേത് ഒരു ഉടമ്പടി ജീവിതത്തിലൊരു ക്ലാരിറ്റി നമുക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉടമ്പടി ആരാധന കൂടുക എന്നുള്ളതാണ്. അതിപ്പം ഇവിടെ ഉടമ്പടി ആരാധന നിങ്ങളെല്ലാവരും കൂടുമ്പോൾ ഇവിടെ എല്ലാവർക്കും വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ച് ഇവിടെ മോണിറ്ററി ആയിട്ട് പൈസയൊന്നും ലഭിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരു ക്ലാരിറ്റി നമുക്കില്ലാതെ വരുമ്പം ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് എക്സ്പെഷ്യലി ഇല്ലാതെ വരുമ്പം, കാരണം ഇതൊരു ഉടമ്പടി ആരാധന, അത് ഉടമ്പടിയിൽ നിൽക്കുന്നവർക്കാണ് അത് കൂടുതൽ ക്ലാരിറ്റി മനസ്സിലാവണം. അപ്പോൾ ഉടമ്പടി ആരാധനയിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്താണ് ചെയ്യേണ്ടത്. അതിൽ വ്യത്യസ്തമായിട്ടാണ് ദൈവം സംസാരിക്കുന്ന ഒരു മീഡിയമായിട്ട് ഉടമ്പടിയിലൂടെ സംസാരിക്കുന്ന ഒരു രീതി ഉടമ്പടി ആരാധനയാണ്. രണ്ടാമത്തത് ഇങ്ങോട്ട് വരാനിടവെന്ന് കേട്ട ഒരുപാട് സാക്ഷ്യങ്ങളുടെ കാര്യം ഇവിടെ റെഫറൻസ് ഉണ്ട്. ഇത് രണ്ടും ഉടമ്പടിയിൽ ഇരിക്കുന്നവരെപ്പോഴും നമ്മൾ ഇൻ ട്യൂണായിട്ട് നിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഏറ്റവും അവസാനം വിശുദ്ധ ബൈബിളിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ബൈബിളിനെ കുറിച്ച് പതുക്കെയാണ് അറിഞ്ഞും കേട്ടും ഉപയോഗിച്ചൊക്കെ വരുന്നത്. ആ വ്യക്തികളോട് പോലും ഈശോ സംസാരിക്കുവാനായിട്ട് ബൈബിൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും നമ്മളെ ദൈവം കൺഫേം ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഈ ലോകത്തിനോട് സംസാരിച്ച ബൈബിളും എന്നിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് എന്നുള്ള വലിയൊരു സ്ഥിരീകരണം കുഞ്ഞു സാക്ഷ്യങ്ങളുടെ വീണ്ടും. കാരണം എൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രൈമറിലി ഈ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നടക്കും എന്ന് വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിശുദ്ധ ഗ്രന്ഥ പാരായണം, ഉടമ്പടി ആരാധന, ഒപ്പം ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ, ഇത് മൂന്നും ഉടമ്പടിയിൽ നിൽക്കുന്നൊരു വ്യക്തി കൃത്യമായിട്ട് ചെയ്യേണ്ടതാണെന്നുള്ളൊരു സാക്ഷ്യം ഇതിനകത്തുണ്ട്. അപ്പം ഈ വ്യക്തിക്ക് ലഭിച്ച ആ ഒരു ബോധ്യത്തിനും ആ ബോധ്യത്തിലേക്ക് നയിക്കാനിടവന്ന എല്ലാ സാഹചര്യങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.